ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സിറ്റി വേഴ്സസ് ചെൽസി മാച്ചിൻ്റെ പ്രിവ്യൂ പ്ലസ് പ്രഡിക്ഷൻ ആണ് ഈ വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പെപ്പ് വളരെ ഹാപ്പി ആയിരിക്കും. കാര്യം ഇതിലും നല്ലൊരു അവസരം ഈ സീസണിൽ ചെൽസിക്കെതിരെ കളിക്കാൻ പുള്ളിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ മത്സരം ഡിസൈഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്ന ഒരു 5 ഫാക്ടേഴ്സ്, അതിനുശേഷം എൻ്റെ പ്രഡിക്ഷനുമാണ്. ഒന്നാമത്തെ ഫാക്ടർ മിഡ്ഫീൽഡ് ആയിരിക്കും. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, കൈസീഡോ അവൈലബിൾ അല്ല. കുക്കൂഡ് അവൈലബിലിറ്റി മിക്കവാറും ഡൗട്ട്ഫുൾ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ മിക്കവാറും സാന്റോസ് ആയിരിക്കും നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സാന്റോസിനെ വെച്ചിട്ട് സിറ്റിക്കെതിരെ ചെൽസി മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ സാധ്യത വളരെ കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ ചെൽസി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക സിറ്റിയെ നാളത്തെ ഗെയിമിൽ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാനോ അല്ലാതെ ഒരു പരിധിയിൽ അപ്പുറം കൺട്രോൾ ചെയ്യാനോ അനുവദിക്കാതിരിക്കുക എന്നുള്ള കാര്യമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എനിക്കെങ്കിൽ സെക്കൻഡ് ബോൾ മാക്സിമം വിൻ ചെയ്യുക, സിറ്റിയുടെ ഒരു റിതം ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കും മിക്കവാറും നമ്മൾ ചെയ്യാനും പോകുന്നത്. രണ്ടാമത്തെ ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് പെപ്പിൻ്റെ ടാക്ടിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, പെപ്പ് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈഡ് ഏരിയ ഓവർലോഡ് ചെയ്തിട്ട് ഹാലൻഡിന് സെൻട്രലിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഓപ്പോസിഷൻ ടീമിൻ്റെ ഒരു ടാക്ടിക്കൽ ഷേപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം ചെൽസി നാളെ 90 മിനിറ്റ്സും കോമ്പാക്റ്റ് ആയിട്ട് അവരുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സിറ്റിക്ക് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കെങ്കിൽ ട്രാൻസിഷൻ മൊമെൻറ്റ്സ് ആണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചെൽസിക്ക് നാളത്തെ ഗെയിമിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ട്രാൻസിഷൻ മൊമെൻറ്റ്സിലായിരിക്കും. ക്യൂ കൗണ്ടറായിട്ടും അല്ലെങ്കിൽ സിറ്റിയുടെ ഹൈലൈൻ പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് വെയർ അവർ ചാൻസ് ടുമോറോ. പിന്നെ നാലാമത്തെ ഫാക്ടർ, ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഈസ് ഹാലൻഡ് ആണ്. ഹാലൻഡിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെൽസിക്കെതിരെ പുള്ളിക്ക് അത്യാവശ്യം നല്ല റെക്കോർഡാണുള്ളത്. അപ്പോൾ നാളത്തെ മാച്ചിൽ ഹാലൻഡിൻ്റെ റൺസ് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ പുള്ളിക്കെതിരെ ഒരുപാടായിട്ട് ഹൈലൈൻ കളിക്കാതിരിക്കുക. പിന്നെ പുള്ളി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നത് ഈ കട്ട് ബാക്ക് ചെയ്തിട്ട്, അപ്പം ഡിഫൻഡേഴ്സ് എല്ലാം സാധാരണഗതിയിൽ സ്വിച്ച് ഓഫ് ആയി പോകാറുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതും ആണ് ചെൽസി ഡിഫൻസ് നാളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ അതായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നാലാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പാൾമറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ വിത്തൗട്ട് എനി ഡൗട്ട് പാൾമർ തന്നെയാണ്. അപ്പം പുള്ളിയുടെ ഒരു ഫിനിഷിങ്, അതല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ സെറ്റ് പീസൊക്കെ പുള്ളി എങ്ങനെയാണ് നാളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ 3 ഫാക്ടേഴ്സും ക്രൂഷ്യലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇനിയൊരു പ്രഡിക്ഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഈ മത്സരം മരസ്കിയാണ് മാനേജ് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ എന്തായാലും ഒരു വിൻ തന്നെ പ്രിഡിക്റ്റ് ചെയ്തേനെ. അതല്ലെങ്കിൽ ഒരു വേഴ്സ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്കെങ്കിൽ ചെൽസിക്ക് ഒരു ഡ്രോ ആണ്. കാര്യം മരസ്കയ്ക്ക് വലിയ ടീമുകൾക്കെതിരെയുള്ള റെക്കോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ മരസ്ക ഇല്ലാത്തൊരു അവസരത്തിൽ ചെൽസി ഇപ്പം എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു മെസ്സായിരിക്കും. പ്ലേയേഴ്സിന് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. പുതിയൊരു കോച്ചാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഡ്രോ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് ഒത്തിരി ലക്കി ആയിരിക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നാളത്തെ മത്സരം തോൽക്കാനാണ് സാധ്യത. ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഹൃദയം പറയുന്നതും ജയിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു 3-1 അല്ലെങ്കിൽ ഒരു 2-0 ലോസ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വിൻ കൂടി എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.